ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കപ്പലണ്ടി വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഒരു 100 ഗ്രാം തൊലി കളഞ്ഞ കപ്പലണ്ടി ഉണ്ട്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു 5 കൊല്ലമുളകുണ്ട്, കുറച്ച് പൊട്ട് കടല, ഒരു 50 ഗ്രാമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, കുറച്ച് പുളിവെള്ളം വേണം, വാളംപുളി പിഴിഞ്ഞ വെള്ളമാണിത്. അതിവിടെ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് ഒരു മുറിയുടെ പകുതി തേങ്ങ വേണം. ചെറിയ തേങ്ങയാണ്, അതിൻ്റെ പകുതി ഒരു മുറിയുടെ അത്രയും സാധനം വേണം നമുക്ക്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വെറുതെ ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഇത് മുളക് ആദ്യം ഇട്ട് കൊടുക്കാം. അതാദ്യം നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം. മുളക് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി പയ്യനെ ഒന്ന് ചൂടായാൽ മതി. പയ്യനെ ഒന്ന് ഇറക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്, അപ്പൊ പയ്യെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇതും പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടലയാണ് ഇടേണ്ടത്. പൊട്ടുകടലയും കൂടി ചൂടാക്കാം. ഇത് നല്ല ഒരു ചമ്മന്തിയാണ്, കപ്പലണ്ടി ചമ്മന്തി. ഇത് ദോശക്കൊക്കെ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാനൊന്നുമില്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് ചമ്മന്തി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പാത്രം മാറ്റി വയ്ക്കാം നമുക്ക്. നമുക്കിത് മിക്സിയിലേക്ക് ഇടാം കേട്ടോ. മുളക് ആദ്യം ഇട്ട് കൊടുക്കാം. മുളക് ഇപ്പം മിക്സിയിലേക്ക് കപ്പലണ്ടിയും പൊട്ടുകടലയും മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കറക്കി കൊടുക്കാം. ഒന്ന് അരച്ച് വരട്ടെ കേട്ടോ. അപ്പം കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടി അരച്ച് വന്നിട്ടുണ്ട്. പകുതി ഞാൻ മിക്സിയിൽ വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഈ മല്ലിയില ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. തണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അരഞ്ഞോളും. എന്നാലും ഞാൻ തണ്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പുളിവെള്ളമാണ്. ഇത് നമുക്കൊന്ന് പയ്യെ ഒന്ന് കറക്കി കൊടുക്കാം. ഒന്ന് അരച്ച് വരട്ടെ. അപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ബാക്കി വന്ന പൊടിയും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത്തിരി പുളിവെള്ളം കലക്കി എടുത്തോട്ടെ. ഇത്രയും കൂടി വേണ്ടി വരും. ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് പുളിവെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അരിയൊക്കെ വീഴും. അരി ഇല്ലാത്തതാണ്, എന്നാലും ഇതിനകത്ത് നാരൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനകത്ത് വീഴും. അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് അരിക്കണത്. അപ്പം ഇത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഇതിൽ കടല ഇട്ടിട്ടുണ്ട്, പൊട്ടുകടലയുണ്ട്, മല്ലിയിലയുണ്ട്, ചുവന്നുള്ളി 7 എണ്ണം ഉണ്ട്, കൊല്ലമുളക് ഒരു 5-6 എണ്ണം ഉണ്ട്, കപ്പലണ്ടിയുണ്ട്, ഉള്ളി, തേങ്ങ ഇതെല്ലാം കൂടി വെച്ച് നമുക്കൊരു ചമ്മന്തി ദോശയ്ക്ക്. അടിപൊളി ചമ്മന്തി അല്ലേ? കണ്ടാൽ തന്നെ തോന്നും ദോശ തിന്നാനായിട്ട്. ഇത് കണ്ട നല്ല ചമ്മന്തിയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നലെ യൂട്യൂബ് ചെയ്ത മാഡത്തിനെയൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഇത് ശരിക്കും മനസ്സിലാക്കി. എനിക്ക് കാര്യം ഇംഗ്ലീഷിലേക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് ആരെങ്കിലും മലയാളത്തിൽ ഇത് ഷോർട്ട് ചെയ്യണതൊക്കെ എഡിറ്റ് ചെയ്യണതൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വിട്ടാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ കാണുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. കണ്ട ചമ്മന്തി നല്ല ഈ പൊട്ടുകടലക്കൊക്കെ ഉപ്പുണ്ട്, ഇത്തിരി പുളിക്ക് ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പുളിക്ക് ഉപ്പിട്ടിട്ടില്ല, ചമ്മന്തിക്ക് ഉപ്പിട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ശകലം ഉപ്പിടുവാണ് ഇപ്പം. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. വാളംപുളി കിട്ടണത് ഉപ്പ് ഇട്ട് വയ്ക്കുന്ന ഒരു വാളംപുളിയാണ് നമുക്ക് കിട്ടുന്നത്. എന്താ നല്ല ചമ്മന്തി. ഗോതമ്പ് ദോശയ്ക്കാണെങ്കിലും മൈദ ദോശയ്ക്കാണെങ്കിലും എല്ലാ ദോശയ്ക്കും ഇത് കഴിക്കാം കേട്ടോ കൂട്ടി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയുണ്ട്, അടിപൊളി. അപ്പം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരേക്കും ബൈ.